നമസ്കാരം. മുഖാമുഖത്തിൽ ഇന്നൊരു പ്രശസ്തനായ ഒരു അതിഥിയാണ് എന്നോടൊപ്പം. മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രേക്ഷകർ കാണുമ്പോൾ എൻ്റെ മുൻപിൽ ആ ഒരു അതിഥി കൂടെ ഉണ്ടാകും. പക്ഷേ ഇന്ന് എൻ്റെ മുൻപിൽ അത്തരത്തിലൊരു അതിഥിയില്ല. ആ അതിഥിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ആ അതിഥി ആരെന്ന് നമുക്കിപ്പോൾ അറിയാം. പ്രശസ്ത മജീഷ്യൻ സാമ്രാജാണ് ഇന്ന് മുഖാമുഖത്തിൽ എന്നോടൊപ്പം. നമസ്കാരം സാർ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വയനാട്ടിലെ പ്രോഗ്രാം വല്ലതും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ് വയനാടിനെ താങ്കൾ നോക്കിക്കാണുന്നത്? വയനാട് അതിമനോഹരമായ ഒരു പ്ലേസാണ്. പണ്ട് ഞാനിവിടെ പ്രോഗ്രാമിന് എത്തിയിട്ടുണ്ട്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് എല്ലാവരും പറയുന്നതിന് അതിമനോഹരമാണ്, പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല. ജസ്റ്റ് വന്നു, രാത്രി വന്നു, നെക്സ്റ്റ് ഡേയിൽ ഓർഡർ ഇരുന്ന് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ സ്ഥലം പ്രോഗ്രാം തിരക്കിലായതുകൊണ്ട് സ്ഥലങ്ങൾ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ഇതിനൊന്നും വരണം, ഇതൊന്ന് കാണണം. സുൽത്താൻ ബത്തേരിയെ പറ്റി അത് ശരി, കാരണം വൃത്തിയുടെ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. യെസ്, എനിക്ക് സത്യത്തിൽ വളരെ എൻജോയ് ചെയ്തെന്നുള്ളതാണ്. ഈ 2 ദിവസം ഞാൻ കറങ്ങി ഒന്ന് കണ്ടു. രാത്രി അതിമനോഹരമായിരിക്കുന്നു. പിന്നെ മറ്റൊന്നുള്ളത്, ഈ സാധാരണ ആൾക്കാരൊക്കെ ബിസിനസ്സുകാരാണെങ്കിലും വളരെ തിരക്കുള്ള ആൾക്കാരും മന്ത്രിമാരൊക്കെ എസ്പെഷ്യലി ഇവരൊക്കെ ഈ മഴ സമയത്ത് വെളിയിലിറങ്ങും. എന്താണെന്നറിയാം, സുഖചികിത്സ അല്ലേ എന്ന് പറയുന്ന പോലെ കലാകാരന്മാർക്ക് ഞങ്ങൾക്കൊരു ഒരു റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് ഇപ്പോഴും. കാരണം ഇപ്പോൾ ഈ മഴ തുടങ്ങാൻ പോകുന്നു, ഇപ്പോൾ സീസണൊക്കെ മാറി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സുഖവാസ കേന്ദ്രങ്ങളിലൊക്കെ ഇങ്ങനെ ഒന്ന് പോകും. അങ്ങനെ അതിൻ്റെ ഭാഗമാണ് ഞാനിത്. സാർ, ഈ കോവിഡിന് ശേഷം ഇപ്പോൾ നമുക്കറിയാം, കോവിഡിന് മുൻപ് വരെ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി കലാകാരന്മാരെയൊക്കെ സംബന്ധിച്ച്, കലാകാരന്മാർ മാത്രമല്ല മറ്റ് മേഖലകളിലൊക്കെ വല്ലാത്ത രീതിയിലുള്ളൊരു പ്രതിസന്ധിയായിരുന്നു. നമ്മൾ പതിയെ അതിൽ നിന്നും ഉണർന്ന് ഇപ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് വരുന്നതേ ഉള്ളൂ ഇപ്പോഴെന്ന് പറയാം. പക്ഷേ കാലത്തിൻ്റെ മാറ്റം വളരെ ഇതാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ മാജിക്, എസ്പെഷ്യലി എനിക്ക് അതിനെപ്പറ്റിയല്ലേ അധികാരമായിട്ട് പറയാൻ പറ്റുള്ളൂ. മാജിക് എന്ന് കേൾക്കുമ്പോൾ മാജിക്കോ എവിടെ എന്നൊരു കാരണം. ഇപ്പം എന്ത് മാജിക്ക് കാരണം എല്ലാം ടി വിയിലുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളൊക്കെ ആ മാറ്റങ്ങൾ കൊണ്ടും എല്ലാം പുതിയ ഐറ്റംസൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. എന്നാലും ഇപ്പോഴും എവിടെയെങ്കിലും പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ അത് ഹൗസ്ഫുൾ. അത് മാജിക്കിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റു പല കലാരൂപങ്ങളും സത്യം പോലെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല. സത്യത്തിൽ അതിലൊക്കെ പിടിച്ചു നിൽക്കുന്നത് മാജിക് എന്ന് വേണം എനിക്ക് പറയാൻ പറ്റും. ഓക്കെ സാർ, ഈ നമ്മൾ മാജിക്കിലേക്ക് തന്നെ വരികയാണെങ്കിൽ, നമ്മൾ ചിലപ്പോഴൊക്കെ ഇപ്പോൾ ഫ്രണ്ട്സിനോടും മറ്റൊക്കെ പറയുന്നത് അത് തനിക്ക് പറ്റിയ പണിയല്ല. നമ്മളെപ്പോഴും പൊതുവേ പറയുന്നത്. കാരണം ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ ഷൈൻ ചെയ്യുന്ന കുറേ പേരുണ്ട്. പക്ഷെ മറ്റൊരാൾ അത് കണ്ട് അനുകരിച്ചു കൊണ്ട് വന്നാൽ ചിലപ്പം ഒരുപക്ഷെ അവർക്കത് അത്രത്തോളം ഷൈൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം. ഒരു മാജിക് പഠിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം മാത്രം മതിയോ? എല്ലാവർക്കും മാജിക് പഠിക്കാൻ കഴിയും? ഒരു ചോദ്യം, നല്ല പ്രസക്തമായൊരു ചോദ്യമാണിത്. എല്ലാവർക്കും മാജിക് പഠിക്കാൻ പറ്റും, യാതൊരു സംശയമില്ല. പക്ഷേ പെർഫോം ചെയ്യാൻ ചില ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അതാ സത്യം. കാരണം ഇതിൻ്റെ രഹസ്യങ്ങൾ ഇന്നാന്ന് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ പലരും ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ പാവനത്തെ ഇല്ലാതാക്കുന്നുണ്ട്. മാജിക് പഠിപ്പിച്ച് അർഹതയില്ലാത്തവരെ മാജിക് പഠിപ്പിച്ച് അതിൻ്റെ പാവനത്തെ ഇല്ലാതാക്കുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ ചോദിച്ചിട്ട്, ഇന്ന് ഇന്ത്യയിൽ എത്ര മജീഷ്യൻസിനുണ്ട്? അറിയപ്പെടുന്ന വിരലിലെണ്ണാവുന്നവരുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എന്തുകൊണ്ട്? എന്നാൽ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നിരവധി മാജിക് അക്കാഡമികൾ, നിരവധി സ്കൂളുകൾ, മാജിക് സ്കൂളുകളൊക്കെ ഉണ്ട് പഠിപ്പിക്കുക. ഓരോ വർഷം പഠിച്ചിറങ്ങുന്നവർ ആയിരക്കണക്കിന് ആൾക്കാരാണ്. നിങ്ങൾ എത്ര പേരെ അറിയുന്നുണ്ട്? പെർഫോം ചെയ്യുന്നവർ എത്ര പേര്? ഇതേ ഉള്ളൂ. ഞാൻ അന്നും ഇന്നും ഇതിനോട് പഠിപ്പിക്കുന്നതിനോട് എതിരാണ് എനിക്ക്. അതിന് ചിലർ പറയും, സാമ്രാട്ട് പിന്നെ എങ്ങനെയായി, അല്ലെ സാമ്രാജ് എങ്ങനെയായി മാജിക്ക് പഠിച്ചത്? ഒരാൾ പഠിപ്പിക്കണ്ടേ? പഠിപ്പിച്ചു. പക്ഷേ മാജിക് എന്ന് പറയുന്നത് മറ്റു കലാരൂപം പോലെ അല്ല, ഡാൻസ് പോലെ ഇതൊന്നുമല്ല. അത് ഡാൻസ് അവതരിപ്പിക്കുമ്പോണ്ടിരിക്കുമ്പോൾ ഇപ്പം മഞ്ജു വാര്യർ ഡാൻസ് കളിക്കുന്നു, അതിനൊരു മുദ്രകൾക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയാൽ ആൾക്കാർ അങ്ങനെ കൂവത്തൊന്നുമില്ല. വലിയ ഇതിനെപ്പറ്റിയുള്ള പണ്ഡിതരൊക്കെ പറയും, അവിടെ ആ മുദ്ര കാണിച്ച അത്ര ശരിയല്ല, ഇത് മാത്രമേ പറയുന്നുള്ളൂ. വേറെ മാജിക്കിനെ സംബന്ധിച്ച്
അറിഞ്ഞോടാ സാമ്രാട്ട് ഇരുന്നപ്പോൾ ഭയങ്കര കൂലായിരുന്നു, ആയിട്ടും നമ്മൾ കണ്ടറാ എന്നൊക്കെ പറയും. കാരണം അവിടെ ഒരു അബദ്ധം പറ്റാൻ പാടില്ല. അതാണ് മാജിക്കൽ തെറ്റുകൾക്ക് സ്ഥാനമില്ല എന്നുള്ള സത്യം. അതുകൊണ്ട് എപ്പോഴും അർഹതയുള്ളവർ മാത്രം മാജിക് പഠിക്കണം. ഇതാണ്, പഠിക്കണ്ടെന്ന് പറയുന്നില്ല, അർഹതയുള്ളവർ മാത്രം പഠിക്കണം. അല്ലാതെ വഴി പോകുന്നവരെല്ലാം ഇത് പഠിക്കുക, അല്ല ടി വിയിലൂടെ മാജിക് പഠിപ്പിക്കുന്നത്, ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. തെറ്റാണത്. അതെ സാർ, ഇപ്പോൾ ഈ സംസാരിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം, സാമ്രാജ്, സാമ്രാട്ട് 2 പേരുകൾ ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ്? ഞാൻ ഉപയോഗിച്ചതല്ല, ജനം കൊണ്ട് എൻ്റെ പേര് മജീഷ്യൻ സാമ്രാജ് എന്നാണ്. പക്ഷേ എന്തോ കുറേ ആൾക്കാർ എന്നെ ഇപ്പോഴും പറയുന്നുണ്ട് സാമ്രാട്ട് സാമ്രാട്ട് എന്ന് പറയും. അങ്ങനെ അനൗൺസ്മെൻറ്റിൽ, ഈ മൈക്ക് അനൗൺസ്മെൻറ്റിൽ അങ്ങനെ ലോകപ്രശസ്ത ലോകപ്രശസ്ത എന്ന് പറയുന്നത് ഈ മജീഷ്യന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് ഞങ്ങൾ കൊടുക്കുന്നതല്ല. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഇപ്പം ബത്തേരി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഓർഗനൈസേഷൻ അങ്ങ് തീരുമാനിക്കുക ലോകപ്രശസ്തനാണോ ഇല്ലയോ എന്നുള്ളത്. അത് ഡോക്ടറേറ്റും ഒക്കെ തരും കേട്ടോ. എനിക്ക് ഡോക്ടറേറ്റ് ഒന്നുമില്ല, പക്ഷേ ഡോക്ടർ, പ്രൊഫസർ ഇതെല്ലാം ഞങ്ങൾക്ക് ജനം തരുന്നതാണ്. അതുപോലെ ഈ എന്താണ് മുമ്പേ ചോദിച്ച ചോദ്യം? ഈ ഒരു സാമ്രാജ്യം സാമ്രാട്ടും. അപ്പോൾ ഇവർ കൊടുക്കുന്ന പേരാണ് സാമ്രാജ് എന്നുള്ള സാമ്രാട്ടങ്ങ് ആക്കിയിരിക്കുക. അപ്പോൾ ഇത് രണ്ടും സത്യത്തിൽ ഞാൻ തന്നെയാണ്. മനസ്സിലായേ? അല്ല, അത് ആളുകൾക്കിടയിലൊക്കെ ഇപ്പം ഞാൻ ഇങ്ങനെ നമ്മുടെ സ്റ്റുഡിയോയിൽ താങ്കൾ വരുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴും എന്നോട് പലരും പറഞ്ഞത് സാമ്രാജ് അല്ലല്ലോ സാമ്രാട്ടാണ്. അങ്ങനെ ആ രീതിയിലാണ് പകുതി ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്, സാമ്രാട്ട് എന്ന് പറയുന്നുണ്ട്. സാർ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അടിപൊളി ഒരു ഐറ്റം. ഓക്കെ ഫിറോസ്, എൻ്റെ ഒരു പ്രോഗ്രാമിനെ പറ്റി ആദ്യം മനസ്സിലാക്കണം. മറ്റൊന്നും കൊണ്ടല്ല, ഈ മാജിക് തന്നെ പല രീതിയിലുള്ള വകഭേദങ്ങളുണ്ട്. അത് ഇലൂഷൻ ഷോ, ഇലൂഷൻ വെച്ചാൽ വലിയ ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന ഐറ്റം. അതുപോലെ ക്ലോസപ്പ് മാജിക് ഉണ്ട്. ക്ലോസപ്പ് മാജിക് എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ടേബിളിലിരുന്ന് കാണിക്കുന്ന ക്ലോസപ്പ് മാജിക്. പിന്നെ കഞ്ചൂറിങ് ആക്ട് ഉണ്ട്. അത് ഇവിടുത്തെ ഡവ് ആക്റ്റുകൾ, അതുപോലെ ഈ കാർഡ് മാനിപ്പുലേഷൻ, അതൊക്കെ ഇവിടുത്തെ എൻ്റെ സുഹൃത്തുണ്ടല്ലോ ശശി താഴത്തുവയിൽ, നമ്മുടെ ഇവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ആണല്ലോ അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവർ അതിൽ അഗ്രഗണ്യരാണ്. അവർ ചെയ്യുന്ന ഐറ്റമൊന്നും സത്യത്തിൽ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ബേസിക്കലി ഒരു ഇലൂഷനിസ്റ്റാണ്. ഇലൂഷൻ എന്ന് വെച്ചാൽ സ്റ്റേജ് വേണം, 3 സൈഡും കവർ ചെയ്തിരിക്കണം. പിന്നെ വലിയ ഐറ്റംസ് ഉപയോഗിച്ചാണ്. അതായത് ഒരു ബോക്സ് കൊണ്ട് വെക്കുന്നു, അതിലൊന്നുമില്ല, ശൂന്യമാണെന്ന് കാണിക്കുന്നൊന്നുമില്ല, വെക്കുന്നു, ഒരു വെടി പൊട്ടുന്നു, അതിനകത്ത് 2-3 പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി വന്ന് ഡാൻസ് ചെയ്യുന്നു. ഇങ്ങനെയുണ്ട്. ഒരു പെൺകുട്ടി അതിലൊരെണ്ണത്തിനെ പിടിച്ച് ടേബിളിട്ട് കിടത്തുന്നു, ബൊട്ടവാള് വെച്ച് മുറിച്ച് മാറ്റുന്നു. ഇതെല്ലാം അതിൻ്റെ പ്രത്യേകതകളാണ് ഈ ഇലൂഷൻ ഷോ. ഞാൻ അങ്ങനെയുള്ള ഐറ്റംസാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിറോസ് ഇവിടെ വെച്ച് എനിക്കൊരു പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പെട്ടിയും പ്രമാണമൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പക്ഷേ ഞാനിപ്പം പല വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കൊച്ചു കുട്ടികൾ പറയും, അങ്കിളെ ഒരു മാജിക്ക് കാണിക്കാമോ? അപ്പോൾ എന്തോ ഞാൻ മോളെ ഞാൻ ഈ വലിയ പെട്ടിയും ഒക്കെ ഉപയോഗിച്ചാണ് പെണ്ണുങ്ങളെ മുറിക്കുന്നത്, ഇതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സോറി എന്ന് പറയാൻ പറ്റില്ല. ഒരു ഉള്ള സൗകര്യത്തിൽ കിട്ടുന്ന അവിടുത്തെ ഒരു പേനയാകാം, പെൻസിലാകാം, അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലാസ് ആകാം, അത് വെച്ച് ഒരു ഐറ്റം അവതരിപ്പിച്ച് ആ കുട്ടിയെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ കാണികളെ സന്തോഷിപ്പിക്കുക. അതാണ് ഒരു യഥാർത്ഥ കലാകാരൻ ചെയ്യേണ്ടത്. അത് പക്ഷേ ഓർക്കുക, എൻ്റെ പൂർണ്ണ തൃപ്തിയോടുകൂടി അല്ല ചെയ്യുന്നത്, പക്ഷേ അത് അവരെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനൊരു ഐറ്റം ഞാനിപ്പോൾ ചെയ്യാം. ഫിറോസ്, എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് ചീട്ടുണ്ട് അല്ലേ? ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് ആണ്. ഞാനൊന്നുകൂടെ കാണിക്കാം. ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് കാർഡ്സ്. കണ്ടില്ലേ? ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് കാർഡ്സ് ഇല്ലേ? ഒന്നുകൂടെ കാണിക്കാൻ നോക്കി. 5 ക്ലാവർ, 10 ആടുതൻ, 6 സ്പേഡ്, 6 ആടുതൻ. ഇതെല്ലാം ഡിഫറെൻറ്റ് കാർഡ്സ് അല്ലേ? ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് കാർഡ്സ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. എങ്ങനെ? ഞാനിതിങ്ങനെ താഴേക്ക് 1 by 1 ആയിട്ട് ഇങ്ങനെ ഇടുന്നു. എപ്പോഴും വേണം താങ്കൾ സ്റ്റോപ്പ് എന്ന് പറയുക. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ആ മുകളിൽ കാണുന്ന കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പേ സെലക്ട് ചെയ്ത കാർഡായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, ഒറ്റ ചാൻസ്. ഞാൻ ഇതിനെ ഇങ്ങനെ ഇടുന്നു. ഇതിലേതെങ്കിലും ഒരെണ്ണം സ്റ്റോപ്പ് ചെയ്യുമോ? എടുക്കാൻ പറ്റുമോ? ഒരെണ്ണം ടച്ച് ചെയ്യാൻ മതി. ഇതല്ലേ? നോക്കി, ആണല്ലോ. നിങ്ങൾ ഇതെടുക്കുക. ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കാർഡ്. ഞാൻ നോക്കുന്നില്ല, ഞാനിത് കാണുന്നില്ല. ദിസ് ഇസ് ഇറ്റ് അല്ലേ? എനിക്കറിയില്ല എവിടെയെന്നുള്ളത്. ഞാൻ അതേ സ്ഥാനത്ത് തന്നെ വെക്കുന്നു. ഞാൻ ഇങ്ങനെ
ക്രോസ് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് കാർഡ്സ്. ഒന്നുകൂടെ കാണിക്കുന്നു. ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് കാർഡ്സ് അല്ലേ? ഞാനിനി ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ഒന്ന് ഷഫിൾ ചെയ്തേക്കാൻ നോക്കി. ഞാനിനി ചെയ്യാൻ പോകുന്നത്, അല്ല ഞാനല്ല ചെയ്യുന്നത്, സോറി, ഫിറോസാണ് ചെയ്യാൻ പോകുന്നത്. പല ചീട്ട് കളിക്കുന്ന ആൾക്കാർ ഇങ്ങനെ എടുത്തിട്ട് പറയും ഇങ്ങനെ അല്ലേ എന്നൊക്കെ പറയും. ഇത് വലിയ ഒരു മാജിക്കൊന്നും അല്ല, മനസ്സിലായോ? അപ്പോൾ പക്ഷേ ഞാനല്ല ചെയ്യുന്നത്, ഫിറോസാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ? ഒറ്റ ചാൻസ്. ഞാനിത് ഇങ്ങനെ താഴേക്ക് ഇടുന്ന എപ്പോൾ വേണമെങ്കിലും താങ്കൾ സ്റ്റോപ്പ് എന്ന് പറയും. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ആ മുകളിൽ വരുന്ന കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മുമ്പേ നിങ്ങൾ സെലക്ട് ചെയ്ത, നിങ്ങൾ ആ ടച്ച് ചെയ്ത കാർഡായിരിക്കും വരാൻ പോകുന്നത്. ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, എപ്പോഴാ കാർഡ് വീഴുന്നോ അപ്പോഴേ താങ്കൾ സ്റ്റോപ്പ് പറയുള്ളൂ. ബിക്കോസ് യു ആർ അണ്ടർ മൈ കൺട്രോൾ. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ഓൾറൈറ്റ്, ഒറ്റ ചാൻസ് മാത്രം. എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് മാറുക. മജീഷിനെ തോൽപ്പിക്കാൻ തന്നെ ശ്രമിക്കുക. എനിക്കറിയില്ല എവിടെയെന്നുള്ളത്. ഓക്കെ, ഞാൻ താഴേക്കിടുന്നു. എപ്പോഴും സ്റ്റോപ്പ് എന്ന് ഉറച്ചു പറയണം. ക്യാമറ പിടിക്കണം, ഉറച്ചു പറയണം. ഇനിയും വേണോ? ഇനി ഇടണോ? വേണേ പറയണം, അല്ലേ പറയരുത് അയ്യോ എന്നൊന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വീണ കാർഡ്, ആ ടോപ്പിലുള്ള കാർഡ് എടുത്തു കഴിഞ്ഞാൽ മുമ്പേ സെലക്ട് ചെയ്ത കാർഡായിരിക്കും വരാൻ പോകുന്നത്. നോക്കട്ടെ, ശരിയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ തുറക്കുകയാണ്. ഇതാണോ? അല്ലേ? എന്നാൽ ഒരിക്കലും അതിന് അടുത്ത കാർഡ് അതല്ല, ഇതല്ല. എന്ത് ചെയ്യാൻ? എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് മാത്രം സ്റ്റോപ്പ് പറഞ്ഞു? ബിക്കോസ് യു ആർ അണ്ടർ മൈ കൺട്രോൾ. യെസ്, നമുക്ക് ആരംഭിക്കാം. തീർന്നിട്ടില്ല. ഒന്നുകൂടി ഞാൻ പറയുന്നത്, ഓൾ ഡിഫറെൻറ്റ് കാർഡ്സ്. ഓക്കെ, ഇനിയും ഞാൻ 3 സെക്ഷൻ ആക്കുക. 1, 2 and 3 sections അല്ലേ? ആയിക്കോ. ഇതിലേത് ഞാൻ എടുക്കണം? വിച്ച് വൺ യു വാണ്ട് മീ ടു സെലക്ട്? ഇത് ഏകദേശം ഒരു 10 കാർഡുണ്ട്. അപ്രോക്സിമേറ്റ്ലി ദർ ആർ 10 കാർഡ്സ് അല്ലേ? ഈ 10-നുള്ളിലുള്ള ഏതെങ്കിലും നമ്പർ പറയൂ. ഏനി നമ്പർ, 5 ആകാം, 8 ആകാം, 4 ആകാം, 3 ആകാം, 2 ആകാം, ഏതെങ്കിലും ഒരു നമ്പർ പറയൂ. 9. 9ാമത്തെ കാർഡിന് എണ്ണി കഴിയുമ്പോൾ മുമ്പേ ആ സെലക്ട് ചെയ്ത കാർഡായിരിക്കും വരാൻ പോകുന്നത്. വേണേൽ നമ്പർ മാറ്റാം, അല്ലേ? പിന്നെ പറയരുത് അയ്യോ എനിക്കത് മാറ്റേണ്ടതായിരുന്നു എന്നൊന്നും പറയരുത്. ഇല്ല, 9 ചേഞ്ചില്ല. 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? അയ്യോ അത് തന്നെയാണ് അല്ലേ? മുമ്പേ സെലക്ട് ചെയ്ത കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഒരിക്കലും എന്തുകൊണ്ട് അടുത്ത കാർഡ് അതായില്ല? 7 ക്ലാവറാണ്. ഓക്കെ, ബിക്കോസ് യു ആർ അണ്ടർ മൈ കൺട്രോൾ നാ. അപ്പോൾ ഇതിൽ ഇപ്പം നിങ്ങളുടെ ഒരു ധാരണ, ഈ മനുഷ്യരെപ്പോഴും ബുദ്ധിയുള്ളവരല്ലേ, നിങ്ങളുടെയൊക്കെ ധാരണ ഇതിൽ വേണമെങ്കിൽ സാമ്രാജ്യന് വിചാരിച്ചു കഴിഞ്ഞാൽ മജീഷ്യനല്ലേ ഈ കാർഡെല്ലാം ഒന്നാക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും. വേണമെങ്കിൽ ഉണ്ടാകും. ഇതൊരു മെൻ്റലിസത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, വേണമെങ്കിൽ ഇതെല്ലാം ഒരു നിമിഷ നേരത്തേക്ക് ഒന്നാകാൻ പറ്റും. ഞാൻ ശ്രമിച്ച് നോക്കട്ടെ, പറ്റുമോ നോക്കട്ടെ. വൺസ് അഗൈൻ ഐ എം ഷോയിങ് യു ദിസ് ഇസ് ഓൾ ഡിഫറെൻറ്റ് കാർഡ്സ് അല്ലേ? എല്ലാം വിചാരിക്കും. നിങ്ങളുടെ മനസ്സിൽ ചീത്ത വിചാരങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി ഈ കാർഡിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുപോലെ ആ സെലക്ട് ചെയ്ത കാർഡ് 6 ഓഫ് ക്ലബ്സ്, 6 ക്ലാവർ, ആ കാർഡ് മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിലേക്ക് നോക്കണം. കുറച്ച് നേരത്തെങ്കിലും ഒന്നാകാൻ ഞാൻ ശ്രമിച്ച് നോക്കട്ടെ. That is magic.
the rain fall down everywhere around you. Give into it now. Let the day surround you. You don't need a reason. Let the rain go on and on. Ready, 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 ready. 1, 1, 1, 1, 2, 2, 2, 2, 3. നീ വീണ്ടും വന്നുവല്ലേ? പോകൂ, പോകൂ, പോകൂ. ഈ മാജിക്കിന്റെ പല വിഭാഗങ്ങൾ സെക്ഷൻസ് ഉണ്ട്. അതെ, അതേക്കുറിച്ചാണ് സാർ പറഞ്ഞത്. ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പലപ്പോഴും എന്നോട് ഒരാൾ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഒരു നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 രൂപ അല്ലെങ്കിൽ ഒരു കടലാസ് അത്തരത്തിൽ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അത് 500-ന്റെ നോട്ടാക്കി മാറ്റും എന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നു. അത് താങ്കൾ എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഉൾപ്പെടെ അത്തരം മാജിക്കുകൾ നടത്തിയിട്ടുണ്ട്.
അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. എങ്ങനെയാണ് അത്തരത്തിലൊരു കാര്യം? നമുക്കറിയാം ഇപ്പോൾ ഈ പണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഇപ്പോൾ ഈ കള്ളനോട്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് വരുന്നത്? ഫിറോസ്, നിങ്ങളുടെ ആ മാജിക്കിൻ്റെ രഹസ്യം അറിയാനുള്ള ആകാംക്ഷയാണ് ഇപ്പം കാണിക്കുന്നത്. പക്ഷേ ഒരു യഥാർത്ഥ മജീഷ്യൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കൊടുക്കുന്ന ഒരു ചിരി മാത്രമായിരിക്കും. കാരണം ഇതിൻ്റെ രഹസ്യം മറ്റുള്ളവർ അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ യു ആർ ദ ലൂസർ, മനസ്സിലായി? അല്ലാതെ ഞാനിപ്പോൾ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞ ഉടനെ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ കാണിക്കുന്ന, അല്ലെ അത് ഇങ്ങനെ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു, ഇതൊന്നും അല്ല. ഇത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, മനസ്സിലായി? അത് രഹസ്യങ്ങൾ അറിഞ്ഞ്. അപ്പം മാജിക്കിന് ഞങ്ങൾ മാജിക് പഠിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇത്തിക്സ് തന്നെ അതാണ്, അതിൻ്റെ ഈ ബേസിക് ആയിട്ടുള്ള നിർബന്ധവും അത് തന്നെയാണ്. അതായത് ഇതിൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവുള്ളവരെ മജീഷ്യൻ എന്ന് പറയണ്ടേ. അല്ലാതെ ഒത്തിരിയും പേര് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെ അക്കാഡമികളുണ്ട്, സ്കൂളുകളുണ്ട്, ഇവിടെ എല്ലാം പോയി അവിടെ ബോർഡ് എഴുതി വെച്ചേക്കും, മാജിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. 2500 രൂപയ്ക്ക് ഈ 100 ഐറ്റം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എഴുതി വെച്ചിരിക്കുക. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ഐറ്റം കാണിച്ചിട്ട് ഇത് അവർ പിന്നെ വേറെ സ്കൂളൊക്കെ തുടങ്ങുക, അവരെ വിളിച്ചിട്ട് ഇതെല്ലാം കാണിച്ച്. ഇതല്ല, അവർ ശരിക്കും മജീഷ്യൻസ് അല്ല. യഥാർത്ഥ മജീഷ്യൻസ് ഇതിന്റെ രഹസ്യം പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അതാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല ഇനി കൂടുതൽ കാര്യങ്ങൾ. പറയാം, ഇത് പറഞ്ഞു തരാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ ഈ കേട്ട് കഴിയുമ്പോൾ അതിന് മുമ്പ് ഞാനിപ്പോൾ ഇതാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, എൻ്റെ വിരൽ മുറിച്ച് മാറ്റാം, അല്ലെങ്കിൽ 100 രൂപ 1000 ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കഴിയുമ്പം ഫിറോസ് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഇത് കഴിഞ്ഞ് ഫിറോസിനെ ഞാൻ എൻ്റെ രഹസ്യം പറയുമ്പോൾ അതിങ്ങനെ എടുക്കുക, വേറെ പേപ്പർ എടുക്കുക, അങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച്, ഇതാണ്. അയ്യോ ഇതാണോ, ഇതാണോ, അയ്യോ അതവിടെ നിൽക്കട്ടെ, എനിക്ക് ആനയെ വാനിഷ് ചെയ്യുന്നതൊന്ന് പഠിപ്പിക്കാവോ, പിന്നെ ഉടനെ അടുത്തയിലേക്ക് പോവാം. കാരണം എപ്പോൾ നിങ്ങൾ രഹസ്യം മനസ്സിലാക്കുന്നു അപ്പോൾ നിങ്ങളുടെ മാജിക്കിൻ്റെ അതിനുള്ള താല്പര്യം ഇല്ലാതാകുന്നു. അതുകൊണ്ട് മാജിക്കിൻ്റെ രഹസ്യം അറിയാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. മറ്റൊരു കാര്യം എന്നുള്ളത്, സാറിപ്പോൾ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. സാറുടെ പല ഷോകളും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ മറ്റ് സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതിലൊരു വ്യത്യസ്തമായി തോന്നിയൊരു കാര്യം, ഇപ്പോൾ സാർ എൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ പോലും സാറുടെ കണ്ണിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ പറയുന്നില്ലേ? ഞാൻ മാത്രമല്ല, പലരും പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ എനിക്കൊരു പ്രശ്നം, എൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാവാം, ഞാൻ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഒരു കേസ് തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട്. അതൊരു രസമാണ്. ഞാൻ പണ്ട് ഈ ദൂരദർശനിലൊക്കെ ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കപ്പോഴേ ആ പ്രോഗ്രാം കണ്ടിട്ടാണ് ഇവിടെ അത്താണി, അതായത് കൊച്ചിൻ എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് ഒരു പള്ളിപ്പെരുന്നാൾ. ആ പെരുന്നാളിന് കുടുംബമാണ് അവർ സ്പോൺസർ ചെയ്യുന്നത്. അവർ പള്ളി പരിപാടിക്ക് സാമ്രാജ്യനെ വിളിക്കാം, ഗംഭീര പരിപാടിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചു. പറഞ്ഞ എമൗണ്ടൊക്കെ എല്ലാം ഫിക്സ് ചെയ്തു. പ്രോഗ്രാം അവിടെ ചെന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചു. മുമ്പേ പറഞ്ഞ പോലെ ഇങ്ങനെ ലോക പ്രശസ്തനായ മജീഷ്യൻ, ഞാൻ പറയില്ല ഞങ്ങൾക്ക് മാത്രം ഉള്ളതാണ്, ഞങ്ങൾ പറഞ്ഞില്ലേ മറ്റുള്ളവർ പറഞ്ഞു, ഇങ്ങനെ മജീഷ്യൻ സാമ്രാജ്യത എന്ന് പറഞ്ഞൊരു വെടിയും സാമ്രാജ്യം പ്രത്യക്ഷപ്പെടുന്നു, ചിരിയും കളിയും ഇതെല്ലാം ഉടനെ തന്നെ ഒരു പെണ്ണിനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ഈ ഫസ്റ്റ് ബഹളം കേൾക്കുമ്പോൾ തന്നെ അവിടെ ഭയങ്കര കൂട്ടക്കരച്ചിലും കേൾക്കാം. ഏത് കൊച്ചു പിള്ളേരെല്ലാം കൂടെ ഭയങ്കര കരച്ചിലാണ്. കാരണം ഒരു ഹൊറർ സ്റ്റൈലുള്ള പ്രോഗ്രാം ചെയ്തത്. ഇതിനിടയ്ക്ക് ആ സംഘാടകരങ്ങ് പോയി, അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ അവരങ്ങ് വന്നിട്ടില്ല. പ്രോഗ്രാമൊക്കെ വൻ വിജയമായിരുന്നു. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞാൻ കാറിലോട്ട് കയറാൻ പോകുന്നു. 4-5 പേര് ചുറ്റും വന്നിട്ട് എവിടാണ്, ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോവാണ്, സന്തോഷം. അത് അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ പറ്റുന്നത്? ഞാൻ പറഞ്ഞു എന്ത് പറ്റി? തന്ന പൈസ ആദ്യം ഞങ്ങൾ പൈസ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കുകയും അവരാ സംഘാടകരാ വന്നേക്കുന്നത്, ആ പൈസ തിരിച്ചെന്നേ പറ്റും. നിങ്ങളുടെ പ്രോഗ്രാം അത്ര ശരിയായിട്ടില്ല. എന്താ പ്രശ്നം, എവിടെ ശരിയാകാഞ്ഞത്? നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ പറഞ്ഞ് അങ്ങനെ പറ്റും. നിങ്ങൾ ഇവിടെ കുതിരയെ കാണിച്ചിട്ടില്ല. ഞാനിതുവരെ കുതിരയെ ഒരിടത്തും കാണിച്ചിട്ടില്ലല്ലോ. അല്ല, ഈ കുതിരയുടെ മുകളിൽ നിങ്ങൾ കയറി വരുന്ന ഇതൊക്കെ ഞാൻ കണ്ടു. ഞങ്ങൾ കണ്ടിട്ടാണ് നിങ്ങളെ ബുക്ക് ചെയ്തത്. എന്താണെന്നറിയാമോ, പണ്ട് ദൂരദർശനിലെ പ്രോഗ്രാമിൽ
ആദ്യം മജിഷ്യൻ സാമ്രാജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ മുഖം ഇങ്ങനെ സൂം ചെയ്ത് വരും. വന്നു കഴിയുമ്പോഴത്തേക്ക് കണ്ണ് മാത്രമായിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പതുക്കെ ഒരു നിഴല് പോലൊരു കുതിര ഇങ്ങനെ പടക്കം 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 അതിൻ്റെ മുകളിലോട്ട് ഞാൻ ചാടി കയറുന്നു. കുതിര വന്ന് കയറി കയറി ചിക്ക് 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 പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോവാം. ഇത് കണ്ടിട്ട് അവരത് കാണാൻ കാത്തിരിക്കുക. അതാണ് ക്യാഷ് തിരിച്ചു ചോദിച്ചത്. ഞാൻ പറഞ്ഞു സാറന്മാരെ ഇത് ഗ്രാഫിക്സാ, അത് അവർ ക്രിയേറ്റ് ചെയ്ത ഒരു മിടുക്കനായിട്ട് കൊച്ചൻ അവിടെ ഇരുന്നിട്ട് ഇതെല്ലാം സ്ക്രീനിലൊക്കെ വരച്ചുണ്ടാക്കുന്ന സംഭവം ഞാനിത് ഇങ്ങനെയൊന്നും പറഞ്ഞപ്പോൾ അല്ല പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർ കുറുകെ അങ്ങ് നിൽക്കുക. ഒടുവിൽ പിന്നെ ഞാൻ പതുക്കെ പോലീസിനെ വിളിച്ച് പോലീസുകാർ വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തി. പിന്നെ കേസൊക്കെ ആയി, പിന്നെ സെറ്റിലായി. അതങ്ങനെ. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇപ്പോൾ ഈ ഹൊറർ മ്യൂസിക് ഒക്കെ സാറ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേക ശബ്ദം, അതിന് പിന്നിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിൽ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആ ഒരു കണ്ണിന്റെ ചലനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതെനിക്ക് അധികം അറിയത്തില്ല, എല്ലാവരും പറയുന്നങ്ങനെ. ഞാനിപ്പോൾ എന്താ പറയുക, അത് സ്റ്റേജ് വരുമ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് വരുന്നതാണ്. ഓക്കെ. അതിന് ഈ ചിലർ പറയുന്നത് കേട്ടില്ലേ, സ്റ്റേജിൽ മേക്കപ്പ് ഇട്ട് എല്ലാം ലിപ്സ്റ്റിക്കും കണ്ണുകഴുകി എഴുതി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കഥാപാത്രമായി നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നു എന്നൊക്കെ ജീവിക്കുന്നു. അതാണ് ഞാൻ അങ്ങനെ ആയി മാറുകയാണ്. ഓക്കെ സാർ, ഈ മാജിക് പോലെ തന്നെ ഇപ്പോൾ സാർ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു മാജിക്കിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. മെൻ്റലിസം എന്നുള്ളത് എൻ്റെ മനസ്സിൽ എന്തുണ്ട്, അത് ഞാൻ എത്ര പുറത്തേക്ക് പറയാതിരുന്നു കഴിഞ്ഞാൽ കൂടെ ജസ്റ്റ് ഒരു ഹിൻഡിലൂടെ അത് പുറത്തേക്ക് വരുന്നൊരവസ്ഥ, മെൻ്റലിസം. യഥാർത്ഥത്തിൽ ഈ മാജിക്കും മെൻ്റലിസം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഓക്കെ, ഞാൻ ചോദ്യം തിരിച്ചു ചോദിക്കുക. ഫെറോസ്, നിങ്ങളുടെ മനസ്സിലായത് മെൻ്റലിസത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? മാജിക് മെൻ്റലിസം എന്താണ് പ്രശ്നം? എന്താണ് നിങ്ങൾ പറയാൻ വരുന്നത്? അല്ല, ഞാൻ കണ്ട മെൻ്റലിസം, എനിക്ക് അതിനൊക്കെ ഒന്നും കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. ഞാൻ കണ്ട ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ളൊരു കാര്യം പുറത്തേക്ക് പറയുന്നതായിട്ടാണ് എനിക്ക് കൂടുതൽ മെൻ്റലിസം. അത് മാജിക്കിലൂടെ ചെയ്യുന്നുണ്ടല്ലോ. അതെ, അതാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയിരിക്കുന്നത്. കൂടുതൽ മെന്റലിസത്തിന് അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇനി തുറന്നു പറയാന് അത് മാജിക്കിനൊരു ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല സ്റ്റൈലുകളുണ്ട്. അതായത് ഈ ക്ലോസപ്പ് മാജിക്കുകൾ, അതുപോലെ സ്ട്രീറ്റ് മാജിക്കുകൾ, കഞ്ചൂറിങ് ആക്ടുകൾ. ഇന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ പണ്ടും ഈ മെന്റലിസം ഉണ്ടായിരുന്നു, പക്ഷെ അത്ര ഇതായിട്ടില്ലായിരുന്നു, പ്രചാരമായിട്ടില്ല. ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ് യൂത്ത്സിൻ്റെ ഇടയിൽ ഒരു സംഭവം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻട്രാക്ഷനോട് ചെയ്യുന്നു എന്നുള്ളതാണ്. ജനങ്ങളുടെ ഇൻട്രാക്ഷനാണ്. അല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഓഡിയൻസിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന, അവരുടെ മനസ്സ് വായിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതില്ലാതെ തന്നെ ഞാൻ സ്റ്റേജിൽ അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത് ഒന്നുകൂടി ഇപ്പോഴത്തെ കാലത്തിൻ്റെ മാറ്റം കൊണ്ട് ഞാൻ അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കാണിക്കുന്നുണ്ട്. കാരണം ഇതേ ഉള്ളൂ, മാജിക്കിൻ്റെ ഭാഗം തന്നെയാണ്, അല്ലാതെ ഒന്നുമല്ല. ഹിപ്നോട്ടിസം ഹിപ്നോട്ടിസം ഇതുണ്ടല്ലോ, സ്റ്റേജിലുണ്ടല്ലോ. നമ്മൾ ഹിപ്നോട്ടിക്, അതായത് ഓഡിയൻസിനെ നമ്മൾ ആദ്യം തന്നെ ഒരു മാന്ത്രിക വലയത്തിൽ നമ്മൾ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ആ മ്യൂസിക്കും ബഹളങ്ങളും എല്ലാം വന്നിട്ട് നമ്മുടെ കുറേ ആജ്ഞകളും അനൗൺസ്മെൻറ്റും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് അവർ പിന്നിരുന്ന് എല്ലാം വിശ്വസിച്ചോളൂ. അതായത് ഈ ഞങ്ങളുടെ നാട്ടിൽ ഈ കോഴിയെ, കൊച്ചു കോഴിക്കുഞ്ഞിനെ ഇങ്ങനെ ഇറക്കുകയും വിരിച്ചിറക്കി അമ്മ എന്നോട് പറയും, മോനെ കോഴിയെ നോക്കിക്കോണമെന്ന് പറയും. അപ്പോൾ 10-25 കോഴിക്കുഞ്ഞുങ്ങൾ കാണും, കോഴിയും കാണും. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ കാക്ക ഇങ്ങനെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് കാക്കയ്ക്ക്. ഇങ്ങനെ ഒന്ന് റാഞ്ചിക്കൊണ്ട് ഒറ്റ പിടിയില്ല. നമ്മൾ എത്ര നോക്കിയാലും പറ്റത്തില്ല, കാക്കയല്ലേ. ഇതിനെ കൊണ്ടുപോയി നേരെ തെങ്ങിൻ്റെ മുകളിൽ കൊണ്ടുവെക്കും. ഞാൻ വിളിക്കും, അമ്മോ കാക്ക പോയി പിടിച്ചോണ്ട് പോകാമെന്ന് പറയും. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? പിന്നെ താഴെ നിന്നിട്ട് നല്ല ഉഷാറുള്ള സമയമാണ്. ഇതിനെല്ലാം എറിഞ്ഞ് ലാസ്റ്റ് ഇടും. താഴെ ആ മോളിൽ നിന്ന് ഏറെ കൊല്ലുമ്പോഴത്തേക്ക് പൊളക്കോ നീ കൊച്ചു മുട്ടക്കോഴി താഴോട്ട് നോക്കുമ്പോൾ ചത്തി ഇങ്ങനെ കിടപ്പുണ്ട്, ചത്തു. ഇതിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാം, ഒരു മാജിക് ഉണ്ട്. ഇത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് കിണ്ണമെന്ന് പറഞ്ഞ് പണ്ട് കഞ്ഞി കുടിക്കാൻ പിച്ചളയുടെ സാധനമുണ്ട് പണ്ട് കാര്യം. ഇപ്പോഴത്തെ യുവാക്കൾക്കും ഒന്നും അറിയില്ല, സ്ത്രീകൾക്കും അറിയില്ല. അത് കൊണ്ടുവന്നിട്ട് ഇതിനെ മുകളിൽ വെച്ചിട്ട് ഈ കമ്പും കൊണ്ട് ഇങ്ങനെ കമ്പിയും കൊണ്ട് അടിക്കും. കടക്കടക്കടക്കടാന്ന് അടിച്ചു കഴിഞ്ഞ് ഈ ബഹളമല്ലോടെ കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ അതിനടിയിൽ കൂടെ ഈ ചത്ത് കിടന്ന കോഴി ഇറങ്ങി ഓടുന്ന കാണാം എന്ന് പറയുന്നൊരു പ്രതീതിയാണ്. ഞങ്ങളുടെ സ്റ്റേജിൽ ആൾക്കാർ വന്നിരുന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് അവരുടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കുന്നു. അത് പല രീതികളുണ്ട്, അതിനിപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു ഹിപ്നോട്ടിസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ സാർ, ഒരു ഐറ്റം കൂടെ നമുക്ക്. ഓക്കെ,
സാർ, അതുപോലെ തന്നെ ഈ മാജിക്കിൻ്റെ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു സംഭവമാണ് ഫയർ എസ്കേപ്പ് എന്നുള്ളത്. പലരും അത് നടത്തിയിട്ട് വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ട സംഭവങ്ങളും, അതും പ്രശസ്തരായ മജീഷ്യന്മാർ നടത്തിയിട്ട് പരാജയപ്പെട്ട സംഭവങ്ങളും കേരളത്തിൽ തന്നെ ഒരുപാടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ട്രിക്ക്? നമുക്കറിയാം, ചങ്ങലയിൽ ബന്ധിച്ച്, അത് പ്രത്യേകിച്ച് പലപ്പോഴും അതത് സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കും ഇതിന് മുൻകൈ എടുക്കുന്നത്. ചങ്ങലയിൽ ബന്ധിക്കാനും പെട്ടെന്ന് പുല്ല് കൂട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ച് തീ കൊടുത്ത് അവർ ഇതെല്ലാം അഴിച്ച് പുറത്തേക്ക് വരുന്നൊരവസ്ഥ. ഇത് മജീഷ്യൻസിൻ്റെ വലിപ്പം അറിയാനുള്ള അളവുകോലാണിത് എന്ന് വേണേൽ പറയാം. കാരണം ഇന്ന് കേരളത്തിലെ പ്രഗത്ഭരായ പലരും ഇത് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഞാനും ശ്രീ ഗോപിനാഥ് മുതുകാടുമാണ് ആദ്യം ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നിരവധി ആൾക്കാർ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട, ഇവിടുത്തെ നമ്മുടെ ആസ്ഥാന മജീഷ്യനായിട്ടുള്ള ശശി താഴത്തുവേലു ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇന്നലെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ട് അവതരിപ്പിച്ച് ഇവിടെ പത്രങ്ങളെല്ലാം കവർ ചെയ്തിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ കാണുന്നവർക്ക് ചിലർക്ക് എന്ത് കാണിച്ചാലും ഇതെന്തോ ഇതാണോ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അതല്ല, റിസ്ക് ആണ്. ചില ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനാണ് ചിലർ രക്ഷപ്പെടുന്നത്. അങ്ങനെ എന്നാൽ പന്തളം എന്ന സ്ഥലത്തെ കുളനടയിൽ ഞങ്ങളുടെ നാടിനടുത്ത് അവിടെ ഒരാൾ ഈ ഫയർ എസ്കേപ്പ് അവതരിപ്പിച്ചിട്ട് വെന്ത് മരിച്ച അവിടെ വെച്ച്, മനസ്സിലായി? ആ കുടുംബനാഥൻ കത്തി ചാമ്പലായിപ്പോയി. പിന്നെ പലരും എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളും കൈപൊള്ളിയും കാലുപൊള്ളിയും ദേഹം പൊള്ളിയും ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. ചിലർ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് റിസ്ക് ഇനമാണ് ഇത്. ചില കാൽക്കുലേഷനാണ്. ചങ്ങലകൾ നിമിഷ നേരം കൊണ്ട് രക്ഷപ്പെടണം, പിന്നെ തീയിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതിയിൽ ഇതൊക്കെ നിരന്തരം എത്രയോ മാസങ്ങളായിട്ടുള്ള ഈ റിഹേഴ്സൽ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാണുന്നവർക്ക് അതൊക്കെ പറയാം. പക്ഷെ അങ്ങനെ ഇത് അപകടമാണ് എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത് ആരോടും. ഇത് അത്ര റിസ്ക് ഉള്ള കാര്യം. ഡെഡിക്കേഷൻ ഉള്ളൊരു കഴിവുള്ളവർ ചെയ്യണമെന്നേ പറയത്തില്ല. ഇപ്പം മോഹൻലാൽ വർഷങ്ങൾക്ക് മുമ്പ് അത് ഒരു ഇഷ്യൂ ആയിരുന്നു പണ്ട്, ഈ ഫയർ എസ്കേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. ശ്രീ ഗോപിനാഥ് മുതുകാട് സാക്ഷാൽ അദ്ദേഹമാണ് ഇതിനെ പഠിപ്പിച്ചത്.
പക്ഷേ ഇദ്ദേഹം റോഡിലെല്ലാം എഴുതി വെച്ചു, ഈ അഗ്നിയിൽ നിന്നും ഇദ്ദേഹം രക്ഷപ്പെടുമോ, ഏതാണ്ട് 50 താഴുകളും 50 മീറ്റർ നീളമുള്ള ചങ്ങലകളാൽ മോഹൻലാലിനെ ബന്ധിക്കുന്നു, അദ്ദേഹത്തിനെ എന്നിട്ട് അഗ്നിയിലേക്ക് വലിച്ചെറിയുന്നു, എന്നിട്ട് നിമിഷ നേരം കൊണ്ട് രക്ഷപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. രക്ഷപ്പെടുമോ നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞ ആ പോസ്റ്റർ. ഇത് കേട്ടപ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടായത്. ഞാൻ ചിന്തിച്ചു, ഇത് ഒരു മജീഷ്യനല്ല ചെയ്യുന്നത്, മോഹൻലാലാണ്. മജീഷ്യന്മാരാരെങ്കിലും ചത്തുപോയാലും ഇപ്പം ഇത്ര കാര്യങ്ങളല്ലോ, ഓ പുള്ളി ചത്തോ, മരിച്ചു പോയോ, ഇത്രയേ ഉള്ളൂ ചോദ്യം. മോഹൻലാലിലും ഇങ്ങനെ അപകടം സംഭവിച്ചത് പുള്ളി ഹോസ്പിറ്റലിൽ ICUയിൽ കടന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലെ മജീഷ്യന്മാരെ രക്ഷയൊന്നും ആലോചിച്ചു വെറുതെ വിടില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ മാക്സിമം എതിർത്തു. ഞാൻ പറഞ്ഞു അദ്ദേഹം ചെയ്യാൻ പാടില്ല, അദ്ദേഹം ഒരു മജീഷ്യനല്ലല്ലോ, അദ്ദേഹം ചെയ്യേണ്ട കാര്യമില്ല, ഏതെങ്കിലും മജീഷ്യന്മാർ ചെയ്യട്ടെ, അതാണ് എനിക്ക് ശരി എന്ന് പറഞ്ഞിട്ട് അത് നടന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു, എന്നാൽ ഇനി ഞാൻ അദ്ദേഹം ചെയ്യാൻ പാടില്ല, കാരണം അതിന് എല്ലാവരും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് ഇതിൻ്റെ വില അങ്ങ് പോകത്തില്ലെന്ന്. പിന്നെ മോഹൻലാലിൻ്റെ റിസ്ക്, അദ്ദേഹത്തിൻ്റെ ജീവന് അപകടമാണെന്നുള്ള മനസ്സിലാക്കിയ ഒരു മെസ്സേജോടുകൂടി ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തി. എൻ്റെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ ചെയ്യാൻ പാടില്ല, ഇന്ന കാരണത്താൽ ചെയ്യാൻ പാടില്ല, കാരണങ്ങൾ പലതുണ്ട്, അത് ഇപ്പം എല്ലാം കൂടെ പറയാൻ ഇപ്പം പറ്റാത്തതുകൊണ്ട് അത് 1, 2, 3 എന്ന് നിരത്തി അങ്ങ് പറഞ്ഞു. ഇതങ്ങ് ഏറ്റെന്നേ പത്രക്കാർ ഇത് ആഘോഷിച്ചു, ഇതെല്ലാം പറഞ്ഞു. ശരിയാണ്, മോഹൻലാൽ ഇതിൻ്റെ ആവശ്യം എന്താണ്, വേറെ രീതിയിലേക്കുള്ള ഒരു ചർച്ച മോഹൻലാലിന് ചെയ്യേണ്ട കാര്യം. ചിലർ ഞങ്ങൾ മജീഷ്യൻസ് ചെയ്യുന്നത് പ്രശസ്തിക്ക് വേണ്ടിയാണ്, മോഹൻലാലിന് പ്രശസ്തിയൊന്നും ആവശ്യമില്ലല്ലോ. ചിലരുണ്ട് ചിലർ പണം കൊടുത്തിട്ട് എന്നാൽ ഇത് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് പണം. മോഹൻലാലിന് പണത്തിന് ആവശ്യമില്ല, പിന്നെ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നത്? അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല, വേറെ അർഹതയുള്ളവർ ചെയ്തോട്ടെ എന്നേ ഉള്ളൂ എൻ്റെ. ഏതായാലും ഇത് ന്യൂസും കത്തിപ്പടർന്നു, മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് മാർച്ച് വലിയ വിവാദമായി. ഞാൻ ചെയ്തത് ഒരു മൊബൈൽ മോർച്ചറിയിലും കിടന്നു, കാരണം എൻ്റെ പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ, ഇദ്ദേഹത്തിന് ആപത്ത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ മരണം വരെ ഞാൻ ഈ മൊബൈൽ മോർച്ചറി കിടന്ന് ഉപവസിക്കാൻ പോവുകയാണ്, സമരം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കയറിയും കിടന്ന് എറണാകുളത്ത് വെച്ച്. ഇതുള്ള ലോകത്തുള്ള ഇന്ത്യയിലെ എല്ലാ ചാനലും എല്ലാ പത്രങ്ങളും എല്ലാം ഏറ്റെടുത്ത് വലിയ വിവാദമായി. ലാസ്റ്റിൽ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മോഹൻലാൽ അതിന് പിന്മാറി. ഇതാണ് സംഭവം, അതേ ഉള്ളൂ പറയുന്നത്. അപ്പം പറഞ്ഞുകൊണ്ട് വന്നത്, ഇത് അപകടം നിറഞ്ഞൊരു സംഭവമാണ്, ഇത് ഒരു മാജിക്കല്ല. അതുകൊണ്ട് ചെയ്തവർക്ക് പലർക്കും ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഓക്കെ സാർ, മറ്റൊരു കാര്യമെന്നുള്ളത് മാജിക് പഠനം ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ്? അത് ഈ മാജിക്ക് പഠിപ്പിക്കേണ്ട ഒരു കലയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഫിറോസെ മാജിക്ക് പഠിക്കണ്ടേ, വാ എൻ്റെ കോഴ്സിന് വാ, ഇങ്ങനെ പറയേണ്ട ഒരാളല്ല. നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്, അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ പഠിച്ചോളൂ. എൻ്റെ അടുത്ത് വന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ലെങ്കിൽ പോലും വേറെ അടുത്ത് പോയി പഠിക്കും, അതാണ്. അതുകൊണ്ട് പഠിപ്പിക്കേണ്ട ഒരു കലയല്ല മാജിക്. അതിന് ഈ നിർബന്ധമായിട്ട് എല്ലാവരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല, ആവശ്യമുള്ള പഠിച്ചോളും. പിന്നെ സ്കൂളിൽ ഇപ്പം ഇതിനിടയ്ക്ക് യുവജനോത്സവത്തിൽ ഇത് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഒരുപാട് ഐറ്റംസ് പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിനൊപ്പം തന്നെ ഇത് ഉൾപ്പെടുത്തണമെന്നുള്ള അപ്പോൾ അതുപോലെ ചില വേന്ദ്രന്മാർ എന്ന് വേണേൽ പറയാം, ബിസിനസ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ ഉൾപ്പെടുത്തണമെന്ന രീതി മുന്നോട്ട് വന്നു. അതിനെ ശക്തമായിട്ട് എതിർത്തു. ഞാനും എന്നോടൊപ്പം ഉള്ള കുറേ മജീഷ്യൻസോട് ശക്തമായിട്ട് എതിർത്തു. അത് 3 പ്രാവശ്യം അറ്റംപ്റ്റ് ഉണ്ടായി, അതിനുവേണ്ടി ശ്രമം നടന്നു. 3 പ്രാവശ്യവും അതിൻ്റെ അധികാരികളെ നമ്മളതിൻ്റെ ദോഷവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പിന്മാറി. കാരണം ഇത് സ്കൂളിൽ യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഡാൻസ് പ്രോഗ്രാമാണ് യുവജനോത്സവത്തിൽ, അത് അവരുടെ വീട്ടിലൊരു ആഘോഷം പോലെയാണ്. ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നു, സാധനം വാങ്ങിക്കാൻ പോകുന്നു, നൃത്തം, പിന്നെ വീട്ടിലെ മ്യൂസിക് ഇട്ട് അവിടെ പഠിപ്പീര് ഇവിടെ പഠിപ്പീര്, ഇതല്ല ഇതായിക്കോട്ടെ. പക്ഷേ മാജിക്ക് എന്ന് പറഞ്ഞ രഹസ്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ ഒരു 15 വയസ്സുള്ള കുട്ടി ഇത് പഠിക്കുന്നു, അല്ലെ ഈ സ്കൂൾ യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുക്കുക, അവൻ്റെ ആ ചെയ്യുന്ന ഐറ്റംസ് പേരൻസ് ആദ്യം അറിയാൻ പറ്റുന്നു ഇതെങ്ങനെയാണെന്ന്, അല്ലേ? പേരൻസ് അറിയുന്നു, പേരൻസ് ചെന്നിട്ട് അയലത്തെ വീട്ടിൽ ചെന്ന് പറയുന്നു, എനിക്ക് അറിഞ്ഞോ മറ്റേ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അതങ്ങനെ ചുറ്റുപാടുമുള്ള കുട്ടികളെല്ലാം ഇത് കാണാൻ വരും, അവർക്ക് ആകാംക്ഷയാണ് മാജിക്ക്. അതിൻ്റെ ബാഗിലിരുന്നത് കാണും, ഇതെല്ലാം നേരെ ഈ കൊണ്ടുപോയത് ഡ്രൈവറാണെങ്കിലും മറ്റേലും അവിടെ പോയി സ്കൂൾ യൂണിവേഴ്സിറ്റി മത്സരത്തിന് നെക്സ്റ്റ് കൺസൾട്ടൻറ്റ്
481 എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം വരുന്നു, കാണിക്കുന്നു. അപ്പം പുറകിൽ ഈ കട്ടം വലിക്കാൻ നിൽക്കുന്നതിനും മ്യൂസിക് ഇടാനിരിക്കുന്നതിനും എല്ലാവരും ഇത് കാണുന്നു. അറിഞ്ഞോടാ മറ്റേ ആ കയ്യിലിരിക്കുന്ന മുട്ടയാണ്ട അങ്ങോട്ടാടാ പോയത്, ഇങ്ങോട്ടാടാ പോയത്, ഇതൊക്കെ പറഞ്ഞ് ഇതൊരു ആഘോഷമായി. പിന്നെ അവരങ്ങോട്ട്, കാരണം മാജിക്കിൻ്റെ രഹസ്യമാണ്. നിങ്ങൾ ഫിറോസ് പറഞ്ഞില്ലേ ഇതിൻ്റെ രഹസ്യം അറിയാൻ ആഗ്രഹം. എല്ലാവർക്കും ഇതാണ് മാജിക്കിന് പ്രത്യേക. ആബാലവൃദ്ധ ജനങ്ങളും ഇത് കാണാൻ ആഗ്രഹിക്കാൻ കാര്യം ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി. തീർച്ചയായും ഇവർ ഈ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ ആ പാവനത്വം ഇല്ലാതായി മാറും. അതുകൊണ്ട് ഇത് പിന്നീട് ഒരു 2 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാജിക് പിന്നെ വേണ്ട. മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഈ സ്കൂൾ യുവജനോത്സവത്തിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഇതൊരു പാട്ട് വിഷയം ആക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ പണ്ട് ചെയ്ത പോലെ ഞാനായിരിക്കും ഏറ്റവും മുന്നിൽ പ്രതിഷേധത്തിൽ ഉണ്ടാകുക. വീണ്ടും അനൗൺസ് ചെയ്യുന്നു. താങ്ക് യു. മറ്റൊരു കാര്യം എന്നുള്ളത്, ഇത് ഏവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായി കഴിഞ്ഞു, ഇനിയും പല ഘട്ടങ്ങളിലായി കഴിയാനുണ്ട്. ജൂൺ 4-ന് ഇതിൻ്റെ ഫലപ്രഖ്യാപനം നടത്തുകയാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ അവസ്ഥയിൽ പല ഭാഗങ്ങളിലും ഓരോ മണ്ഡലങ്ങൾ, കേരളത്തിൽ അതിശക്തമായ മത്സരമാണ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വയനാട് മണ്ഡലം, രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം, ദേശീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലം തന്നെയാണ്. അതുപോലെ ഇപ്പോൾ വടകര, അതുപോലെ തൃശ്ശൂർ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. അവിടുത്തെ ആ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ പേര് ഉറ്റുനോക്കുന്നത് എന്നുള്ളത്. താങ്കൾക്ക് അത്തരത്തിലൊരു പ്രവചനം നടത്താൻ സാധിക്കുമോ? പ്രത്യേകിച്ച് വയനാട് മണ്ഡലം. തീർച്ചയായിട്ടും. ഞാൻ ബോംബെയിലായിരുന്നു. ഇപ്പം വലിയ രീതിയിൽ ഇത് അവിടുത്തെ ടൈംസ് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാലത്ത്, അതൊരു 22 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു. കാരണം ഇപ്പോൾ അതിനുശേഷം നിരവധി കേരളത്തിൽ നിരവധി മാന്ത്രികർ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുതുമ ഇല്ല. അപ്പോൾ ഞാൻ നാളെ അനൗൺസ് ചെയ്യുകയാണ് എറണാകുളത്ത് ഇന്നതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു പുതുമയില്ല. എന്തെങ്കിലും സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ്. ഓക്കെ. അവസാനമായി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയില്ലേ, ഞാൻ കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ മാജിക്കൽ ഇല്യൂഷൻ ഷോ ആണ്. ഇന്ന് ഇത് ഇല്യൂഷൻ ഷോ കൈകാര്യം ചെയ്യുന്ന ചുരുക്കം ചില ആൾക്കാരേ ഉള്ളൂ കേരളത്തിൽ. അതിലൊരാളാണ് ഞാൻ. പക്ഷേ ഇത് ഇനിയും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മെൻ്റലിസം അതിന് ശക്തിയേറി വരുന്നു. ഒരു കോർപ്പറേറ്റ് പ്രോഗ്രാമിനൊക്കെ ആണെങ്കിലും മെൻ്റലിസം അത്യാവശ്യമാണ്. അവർ ഇപ്പം തന്നെ ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ ഒരു 100 ഡെലിഗേറ്റ്സ് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുന്നു, ഡോക്ടേഴ്സ് വരുന്നു, അമേരിക്കയിൽ നിന്ന് കുറേ ആൾക്കാർ വരും. അവർക്ക് ഈ എൻ്റെ പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, ആദ്യം തന്നെ ഞാൻ നോയങ്ങ് പറയാം, സോറി, നിങ്ങളുടെ ബോൾ റൂമിൽ എൻ്റെ ഈ സെറ്റിങ്സ് ഒക്കെ കൊണ്ടുവെക്കാനുള്ള സംവിധാനമുണ്ടോ? കാരണം ആദ്യം ചെല്ലുമ്പോൾ സ്റ്റേജ് സെറ്റിങ്സ് ഇതാണ്, ലൈറ്റ് അതിനുള്ള വേറെ എല്ലാം ചെയ്യണം. അങ്ങനെ എൻ്റെ 30-35 ആൾക്കാരോളം എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്കെല്ലാം നിരന്നിരിക്കാൻ അവിടെ പറ്റില്ല. അവിടെ ബോൾ റൂം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ഹോളായിരുന്നു. 100-150 സ്പേസ് കുറവുണ്ട്. സ്റ്റേജിലാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് നിരന്നും നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറയും സോറി എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ പിന്മാറുക ചെയ്യുന്നു. പക്ഷെ ഇനിയിപ്പോൾ അതല്ല, കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്. അപ്പം എൻ്റെ ഒരു സെക്ഷൻ അവിടെ ഉണ്ട്, ഏത് ഇല്യൂഷൻ ഷോ ഉണ്ട്. അത് വലിയ ഫണ്ട് റേസിങ് പ്രോഗ്രാമായിട്ടൊക്കെ ഓക്കെ വിളിച്ചു. നമ്മൾ 35 ടീമങ്ങളും എൻ്റെ ട്രക്ക്, ബസ്, ഇതെല്ലാം എല്ലാ സെറ്റപ്പുകളോട് അവിടെ പ്രോഗ്രാം ചെയ്യും. അത് 2.5 മണിക്കൂർ വലിയ ഷോ ആണ്. ഓക്കെ. അത് മ്യൂസിക്കൽ ലൈവ് ഓർക്കസ്ട്രയും പരിപാടി എല്ലാം ഉള്ള പ്രോഗ്രാം, ഗംഭീര പരിപാടി. അതങ്ങനെ നിൽക്കട്ടെ. മറ്റേ പ്രോഗ്രാം അത് ഏത് രീതിയിലുള്ള ആൾക്കാർക്കും, ഈവൻ ക്രൗഡ് കുറവാണേലും ഓഡിയൻസ് കുറവാണേലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഏത് സ്ഥലത്തും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയൊരു മെൻ്റലിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു പ്രോഗ്രാം ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് മെയ് 31 അത് അതിൻ്റെ ഉദ്ഘാടനം ആരംഭിക്കുക. യൂത്തിന് എന്താ വേണ്ടത് അതും കൂടെ ഉൾപ്പെടുത്തി കാലത്തിനനുസരിച്ച് നമ്മൾ മാറ്റം വേണം. അതെ. എന്തായാലും സാറ് നമ്മുടെ സ്റ്റുഡിയോയിലെത്തി ഒരുപാട് മാജിക്കിനെ കുറിച്ച്, മെൻ്റലിസത്തെക്കുറിച്ച്, ഹിപ്നോട്ടിസം, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചു. എന്തായാലും ഈ തിരക്കിനിടയിൽ ഇത്തരത്തിൽ ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തി ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എൻ്റെ സൗകര്യത്തിന് ഞാൻ ഇവിടെ വയനാട്ടിലെത്തിയാണ്. അപ്പോൾ തന്നെ ഇത് അറിഞ്ഞിട്ട് മലനാടിൻ്റെ അധികാരികൾ എന്നെ വിളിക്കുകയും ഇങ്ങനൊരു ഇൻ്റർവ്യൂവിന് അവസരം ഒരുക്കി തന്നതിനും ഒത്തിരി സന്തോഷമുണ്ട്. സ്നേഹം, നന്ദി. ഓക്കെ സാർ, താങ്ക് യു.